സ്ക്വിഡ് ഗെയിമിന്റെ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തില് ബേബ് ചാർലിന്റെ അടുത്ത് ലേശം ദേഷ്യത്തിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. ചാർലി അവന്റെ ലൈഫ് തന്നെ റിസ്കിലാക്കിയിട്ട് ബേബിന്റെ കൂടെ വരുന്നതിനാണ് ഈ ദേഷ്യം. രണ്ടുപേരും ഇന്ന് ഓൾമോസ്റ്റ് മരിക്കേണ്ടതായിരുന്നു. ഇതൊക്കെ ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാർലി ഇരിക്കുന്നത്. പക്ഷെ ബേബിന് ചാർലിനെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ ഒരു വിധത്തില് സംസാരിച്ച് ചാർലി ബേബിനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടുത്ത സീനില് അലൻ ഗ്യാരേജിലേക്ക് നോർത്തിനെയും സോണിക്കിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. നോർത്തിന് നല്ല വണ്ണം തന്നെ അടിയിട്ടിട്ടുണ്ടല്ലോ. അലനാണെങ്കിൽ അവരെ വഴക്ക് പറയുന്നുണ്ട്. അലൻ വരുന്ന അത്രയും നേരം പോലും വെയിറ്റ് ചെയ്യാണ്ട് നേരെ അകത്തേക്ക് അങ്ങ് പോയതിന്. എന്തായാലും അവന്മാര് പറയുന്നുണ്ട് ഇങ്ങനെ പോയപ്പം ഒരുപാട് പേരെ അങ്ങനെ അടച്ചിട്ടേക്ക് കണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വലിയൊരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ കിമ്മ അവിടെ തന്നെ പെട്ടുപോയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോണിക്കും നോർത്തും നമ്മുടെ ചാർലിയും കൂടെ നേരെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ബാക്കിയുള്ളവരും അതിന്റെ പുറകെയായിട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ ബേബാണെങ്കിൽ നിന്നിട്ട് ഇവരെ കാണാൻ പോയ മറ്റേ ഒബ്ജക്ട്സ് കാണാൻ കഴിയുന്ന പയ്യനുണ്ടല്ലോ, അവൻ എന്തോ ഒരു പേപ്പർ ബേബിന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ടായിരുന്നു അവിടുന്ന് പോയത്. അതോർത്ത് അതെടുത്ത് നോക്കിയിട്ട് കാറെടുത്ത് നേരെ ഇങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. ബേബി ഇങ്ങനെ ഇത് നോക്കുന്നതും പോകുന്നതും ഒക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും അലന്റെ പ്ലേസിൽ തന്നെ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ചാർലി അവിടെ തന്നെയാണ് ഉള്ളത്. അലനാണെങ്കിൽ കുറച്ച് മിനിറ്റ് നൈസായിട്ട് ചാർലിന്റെ അടുത്ത് വന്നിട്ട് ജെഫിന് സിനിമ കാണുന്ന ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേലോ, എപ്പൊ നോക്കിയാലും കണ്ടോണ്ടിരിക്കുന്ന കാണാന്ന് ചാർലി. അപ്പൊ അവൻ എന്റെ കൂടെ കാണാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും എന്ന് അലൻ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ചാർലി ആണെങ്കിൽ എന്താണ് അവനെ ഡേറ്റിനെ വിളിച്ചോന്ന് ചോദിക്കുകയാണ്. ഡേറ്റോ, നീ എന്തീ പറയുന്നീന്ന് അലൻ. ഒരു പുതിയ മൂവി വന്നിട്ടുണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി കാണാന്ന് വിചാരിച്ച് വിളിച്ചാണ്. ഞാനിങ്ങനെ സാധാരണയായിട്ട് ഗ്യാരേജിലെ ബാക്കിയുള്ള പിള്ളേരെയും കൂട്ടിയിട്ട് പോവാറുണ്ട് എന്നൊക്കെ അലൻ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ? എന്തായാലും വേണ്ടില്ല, നിങ്ങളെ ഡേറ്റ് ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് ചാർലി പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ അലൻ വിടുന്നില്ല. നിനക്കെന്ത് ഇത്ര തിരക്ക് എന്ന് പറഞ്ഞ് അവിടെ പിടിച്ച് ഇരുത്തുന്നുണ്ട്. ആൾക്ക് എന്തോ ചോദിക്കാനോ പറയാനോ ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് അങ്ങ് വരുന്നില്ല. ഈ സമയത്ത് പിന്നെയും ചാർലി പറയുന്നുണ്ട് നിങ്ങളെ ഡേറ്റിന് പോവാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അതും പറഞ്ഞിട്ട് പിന്നെ എണീറ്റ് പോകാൻ നോക്കുമ്പം അപ്പോഴും അലൻ വിടുന്നില്ല. നീ ഇവിടെ ഇരിക്കുക, നമുക്ക് ആദ്യം കുറിച്ച് സംസാരിക്കാമെന്നും പറഞ്ഞ് പിടിച്ച് ഇരുത്തുന്നുണ്ട്. സിനിമയ്ക്ക് വരുമോന്ന് ഞാൻ അവൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചായിരുന്നു, പക്ഷെ ഇതുവരേക്കും റിപ്ലൈ വന്നിട്ടില്ല. ഒരു മെസ്സേജിന് പോലും റിപ്ലൈ വന്നിട്ടില്ല. അത് മാത്രമല്ല ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ കോൾ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമത്തില് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ അവൻ അങ്ങനെ തന്നെയാണ്, ഞാൻ വിളിച്ചാലും കോൾ എടുക്കാറില്ലെന്ന് ചാർലി. നീ ഇപ്പം അഥവാ ഞാൻ വിളിച്ചിട്ട് അവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് അപ്പം തന്നെ അലൻ്റെ അടുത്ത് പറഞ്ഞേക്കാന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ബേബ് നേരെ വന്നിട്ടുള്ളത് പിള്ളേരെയൊക്കെ കച്ചവടം ചെയ്യുന്ന ആ ഒരു ഫൗണ്ടേഷനിലേക്കാണ്. അവിടെ വന്നിട്ട് നോക്കുമ്പം കുറെ പിള്ളേരെ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പീറ്റ് അവിടെ പിള്ളേരെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബേബ് കാണുന്നുണ്ട്. പീറ്റ് തിരിച്ചു പോവാൻ നിൽക്കുന്ന സമയത്ത് ബേബ് പീറ്റിനെ പിടിച്ചടിക്കുന്നുണ്ട്. നീ ചതിച്ചല്ലേ എന്നും ചോദിച്ചു. രണ്ടുപേരും കൂടെ ചെറുതായിട്ട് അടിയാവുന്നുണ്ടെങ്കിലും പീറ്റും ടോണിക്കെതിരെയുള്ള എവിഡൻസ് കളക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുമ്പം, അതായത് ബേബിനെ ചതിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുമ്പം രണ്ടുപേരും കൂടെ ശരിയാവുന്നുണ്ട്. അങ്ങനെ ഇവരെ സംസാരിക്കുന്നതെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. ടോണിന്റെ ഒരു വളർത്തുകുട്ടി തന്നെയാണ് നമ്മുടെ പീറ്റെന്നും. നമ്മുടെ ബേബിനെ പോലെ തന്നെ ഒരുപാട് മുന്നേ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് പീറ്റും. അത് മാത്രല്ല പീറ്റ് ഒരു എനിഗ്മയാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാനും പറഞ്ഞിട്ടാണ് പീറ്റ് അവിടുന്ന് പോകുന്നത്. ബേബ് പോയിക്കൊണ്ടിരിക്കുമ്പം നേരെ മുന്നിലുണ്ട് വന്ന് നിൽക്കുന്നു. നീ എന്താ എവിടെയെന്ന് ബേബ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നേ തന്നെ വേ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയാണ്ടിങ്ങനെ വന്നേന്ന്. ഈ സമയത്ത് ബേബ് വേന്റെ അടുത്ത് പറയുന്നുണ്ട് പീറ്റാണ് ടോണി കണ്ടുവച്ചിരിക്കുന്ന എനിഗ്മാന്ന്. അത് കേട്ടിട്ട് ഇവിടെ വേയും ഷോക്കാവുന്ന കണക്ക് തന്നെയാണ് കാണിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജെഫിനെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ, അവൻ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞി കത്തി വെച്ചിട്ട് അഴിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് നേരെ ചാർലീനെ വിളിക്കുന്നു. എന്നിട്ട് പറയാണ് ടോണി കണ്ടുവച്ചിരിക്കുന്ന എനിഗ്മ വേയാണെന്ന്. അപ്പൊ ടോണിയും വേയും കൂടെ സംസാരിച്ചത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇവിടെ വേയാണെങ്കില് പീറ്റാണ് ടോണി കണ്ടുവച്ചിരിക്കുന്ന ആ ഒരു എനിഗ്മാന്ന് ബേബ് പറയുന്ന കേട്ടിട്ട് ഞെട്ടി പോലെയാണ് നിൽക്കുന്നത്. അവനെ ഞെട്ടിയിട്ട് അത് ചോദിക്കുന്ന സമയത്ത് അതേന്ന് പറഞ്ഞ ബേബ് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ചാർലിന്റെ അടുത്തുനിന്ന് ബേബിന് കോൾ വരുന്നത്. ഞാൻ ആ ഒരു എനിഗ്മ ആരാണെന്ന് കണ്ടുപിടിച്ചു എന്ന് ചാർലി പറയുമ്പം ഞാനും ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്, അത് പീറ്റാണെന്ന് ബേബ് പറയാണ്. പീറ്റല്ല, അത് വേ ആണെന്ന് ചാർലി. ആകെപ്പാടെ ഷോക്കായിട്ട് നമ്മുടെ ചെക്കൻ വേനെ നോക്കുമ്പം അവനാണെങ്കിൽ തോളിലേക്ക് കൈവെക്കുവാണ്. വർഷങ്ങളായിട്ട് താൻ വിശ്വസിക്കുന്ന ഫ്രണ്ട്
ഇമാതിരി പണി ചെയ്യുന്ന ബേബ് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ ബേബ് ഒരുമാതിരി മയക്കം വന്നാണ് ഇരിക്കുകയാണ്. അവനെ കൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയില് വേയ ബേബിന്റെ അടുത്തിരുന്നിട്ട് നമ്മൾ പഴയൊരു ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയുന്നതാണ് ചെയ്താൽ മതി, നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ടോണി നമ്മളെ വെറുതെ വിടുന്നുള്ള രീതിക്കാണ് അവൻ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ ഹേർട്ട് ചെയ്യത്തില്ലെന്നും പറഞ്ഞ് കിസ് ചെയ്യാണ്. ബേബിന്റെ സമ്മതം ഇല്ലാതെ വേയ ബേബിന്റെ കൂടെ റൊമാൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവനെ കൊണ്ട് കരയാനല്ലാതെ വേറൊന്നിനും പറ്റുന്നില്ല. ഈ സമയത്ത് കറക്റ്റ് ആയിട്ട് എങ്ങനെയോ അവിടെ ചാർലി വരുന്നുണ്ട്. വേക്കിട്ട് 2 എണ്ണം കൊടുക്കുന്നുണ്ട്. പക്ഷെ വേയാണെങ്കിൽ അവനെയും ഒരുമാതിരി അബോധാവസ്ഥയിലേക്ക് ആക്കുന്നുണ്ട്. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ സമയത്ത് ബേബ് എണീറ്റ് വന്ന് വേനെ അടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അച്ഛൻ പറയുന്നത് കേൾക്കണം, നീ എൻ്റെ കൂടെ വാ, നമ്മളൊരു ഫാമിലി ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലാതെ നമുക്ക് നമ്മുടെ ടീമിനെയും രക്ഷിക്കാൻ പറ്റത്തില്ല, ഞാൻ പറയുന്ന കേൾക്കുന്നൊക്കെയാണ് വേയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേബി ഇത്രയും വർഷമായിട്ട് തൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ചതിക്കുമ്പം അവൻ എത്രത്തോളം വിഷമമുണ്ടാവും. ബേബിനെ അവന് ഇഷ്ടമാണ് പോലും. കരഞ്ഞോണ്ടൊക്കെയാണ് പറയുന്നത്. ഇതാണോ ലവ് എന്നാണ് ബേബ് തിരിച്ചു ചോദിക്കുന്നത്. നിനക്ക് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റോ അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇനി എൻ്റെ ലൈഫിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് ചാർലിനെ കൂട്ടിയിട്ട് ബേബ് അവിടുന്ന് പോകുന്നത്. വേയ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അത് കാണുമ്പോൾ വിഷമം തോന്നുമെങ്കിലും ഇമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. ഇവിടെ ബേബാണെങ്കിൽ ഭയങ്കര വിഷമത്തില് ചാർലിയും വേയും കൂടെ എടുത്ത ഒരുപാട് ഫോട്ടോസ് അതുപോലെ തന്നെ ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന വേണ്ട ഫോട്ടോസൊക്കെ കീറിക്കളയുന്നുണ്ട്. അവനെ കൊണ്ട് ആ ഒരു വിഷമം സഹിക്കാനേ പറ്റുന്നില്ല. ചാർലിയാണ് വന്ന് കുറച്ചേരം അവനെ കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുന്നത്. അവനെ കൊണ്ടാണെങ്കിൽ പറ്റുന്നില്ല. അവൻ വിശ്വസിക്കുന്ന എല്ലാവരും ഇങ്ങനെ ചതിക്കുമ്പോൾ. ഇതേ സമയത്ത് ഇവിടെ ടോണി ആണെങ്കിൽ വേണ്ട അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് അതുപോലും ചെയ്യാൻ പറ്റത്തില്ലേ, നീ വെറും വേസ്റ്റ് ആണെന്നും പറഞ്ഞു. നീ വെറും യൂസ്ലെസ് ആണ്. ആദ്യം ബേബിന്റെ അടുത്ത് തോറ്റു, പിന്നെ ബേബിനെ നിനക്ക് വേണമെന്നുണ്ടായിരുന്നു, അപ്പൊ ചാർലിന്റെ അടുത്ത് തോറ്റു. ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് അത് നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ട്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അവന്റെ കോണ്ടോ എല്ലാ കാറുകളടക്കം അവനിട്ടിരിക്കുന്ന ഡ്രസ്സ് അടക്കം ടോണിൻ്റെതാണ്. പഴയതുപോലെ ഒരു പിച്ചക്കാരനെ പോലെ ഞാൻ ആക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ സോറി ഡാഡി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അത് മാത്രല്ല ബേബിന്റെ സെൻസ് ഇപ്പൊ ചാർലിന്റെ അടുത്താണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അവന് ഫൈറ്റ് ചെയ്തപ്പം അങ്ങനെ തോന്നിയെന്ന്. എന്ത് ചെയ്തിട്ടാണേലും വേണ്ടില്ല, ചാർലിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണമെന്ന് ടോണി കെൻഡന്റെ അടുത്ത് പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആദ്യം എണീക്കുന്നത് ചാർലിയാണ്. ബേബിന്റെ അടുത്ത് ഭയങ്കര വിഷമത്തില് സോറി എന്ന് പറഞ്ഞ് കവളില് ഒരു കിസ് ചെയ്യുന്നുണ്ട്. എന്തിനാ നീ ഇപ്പൊ ക്ഷമ ചോദിച്ചത് എന്ന് ബേബി ചോദിക്കുമ്പം വേണ്ട കാര്യം നേരത്തെ അറിയാഞ്ഞിട്ടാണെന്ന് അവൻ. നേരത്തെ അറിഞ്ഞു എന്ന് വെച്ച് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഞാനിങ്ങനെ ഹേർട്ടായിട്ടിരിക്കുന്നത് മാറത്തൊന്നുമില്ലല്ലോ എന്ന് ബേബ്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ബേബിനെ പ്രൊട്ടക്ട് ചെയ്യാലോ എന്നാണ് ചാർലി പറയുന്നത്. ബേബിനാണെങ്കിൽ ഒരാളുടെ അടുത്ത് ക്ലോസ് ആവാൻ പോലും പേടിയാവുകയാണ്. അവന്റെ സ്വന്തം അച്ഛനാണെങ്കിലും അച്ഛനായി കണ്ട ടോണി ആണെങ്കിലും ഇപ്പൊ വേ ആണെങ്കിലും ഏറ്റവും ക്ലോസ് ആയിട്ട് കണ്ട ഫ്രണ്ടാണ് വേയ. എല്ലാരും ഇങ്ങനെ ചതിക്കല്ലേ ചെയ്യുന്നത്, അതിന്റെ വിഷമം. പക്ഷെ നിനക്ക് ഞാനുണ്ട്, എപ്പോഴും ഉണ്ടാവും എന്ന് ചാർലി പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോ ഞാൻ ഓർക്കുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തില് എങ്ങനെയായിരുന്നു എന്തായിരുന്നു, ഇപ്പൊ നോക്കി എവിടെ വന്ന് നിൽക്കുന്നു. അതെന്തുവാണേലും ഇവിടെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അലനും സോണിക്കും നോർത്തും കൂടെ ഇരിക്കുന്നതാണ്. നോർത്തും സോണിക്കും കൂടെ ഭയങ്കര കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലനാണെങ്കിൽ ആകെപ്പാടെ സ്ട്രെസ്ഡ് ആയിട്ട് വാലുമേ തീ പിടിച്ചണക്കാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. ഇവരുടെ അടുത്ത് വന്നിരുന്ന് എന്തോ പറയാൻ വരുന്നുണ്ട്. അവരും ആവേശത്തോടെ കേൾക്കാൻ നിൽക്കുന്ന സമയത്ത് അത് വേണ്ടെന്ന് പറഞ്ഞ എണീറ്റ് പോവാണ്. ഇതിങ്ങനെ ആകെപ്പാടെ മെന്റൽ പിടിച്ച കണക്ക് നടക്കുന്ന കണ്ടിട്ട് അവര് പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഡ്രസ്സൊക്കെ ഊരിയിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തങ്ങ് ചാടുവാണ്. ഒന്ന് നീന്തിട്ട് കയറി വന്നിട്ട് ഇവര് പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫോൺ എടുത്ത് ജെഫിന് അയച്ച ആ ഒരു മെസ്സേജ് കാണിച്ചു കൊടുക്കാണ്. ഈ ഒരു ചെറിയ കാര്യത്തിനാണോ ഇമാതിരി ടെൻഷൻ അടിച്ച് നടന്നേന്ന് അവര്. ചെറിയ കാര്യോ ഇതോ നോക്ക്, ടോണിന്റെ ആൾക്കാര് ജെഫിനെ പിടിച്ചു വെച്ചതാണ്, അവൻ ഇപ്പോഴാണൊന്ന് അവിടുന്ന് വന്നതെന്നൊക്കെ പറഞ്ഞ് അലനാണെങ്കിലോ ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആവുന്ന കണ്ടിട്ട് ഇത് വേറെന്നല്ല ലവ് ആണെന്ന് പറഞ്ഞ് അവര് സംസാരിക്കുന്നുണ്ട്. ലവ് ഒന്നല്ല, നമ്മളൊരു ഫാമിലിനെ പോലെയല്ല, അപ്പൊ നമ്മളങ്ങനെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അലനും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങനെയാണോ, എന്നാലേ ഇപ്പൊ ഈ സോണിക്കിനാണ് ഇങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ഇമ്മാതിരി ടെൻഷൻ അടിക്കുമെന്ന് അവരെ ചോദിക്കാണ്.
അതിനെ ന്യായീകരിക്കാൻ അലന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അവരാണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ശരിക്കും അവനെ ഇഷ്ടമാണ്, സീക്രട്ട്ലി അതും നീ അറിയാണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അഥവാ നിനക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു മൂവ് എടുക്കാനാണ് പറയുന്നത്. അതിനാദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കോറസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് വേറൊന്നും വേണ്ട, അവന്റെ റൂമിൽ പോയിട്ട് അവനെ കുറിച്ച് നീ വറീഡാണെങ്കിൽ പോയി അന്വേഷിക്കുക, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്ക്, അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയാണ്. അതവൻ ഇഷ്ടപ്പെടുവോ, അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്താലോ എന്ന് അലൻ ഭയങ്കരമായിട്ട് അങ്ങ് പേടിക്കുന്ന സമയത്ത് ലവില് റിസ്ക് എടുത്തേ പറ്റൂ, ആ റിസ്ക് എടുക്കാൻ തയ്യാറാവണമെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്യാണ് ഫൈറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ട്. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്കനാണെങ്കിൽ പിന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തങ്ങ് ചാടുവാണ്. ഇവന്മാരാണെങ്കിൽ ഒരു സംഭവം നടത്തിയ സന്തോഷത്തിൽ നിൽക്കുന്നു. നേരത്തെ സോണിക്കിന്റെയും നോർത്തിന്റെയും ഒരു സീൻ പറയാൻ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു. വേറെ നല്ല ഇവനെ അടി കിട്ടിയിട്ട് നേരെ ഗ്യാരേജിലേക്ക് കൊണ്ടുവന്നായിരുന്നല്ലോ. ആ സമയത്ത് സോണിക്ക് നോർത്തിന് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈമുറിഞ്ഞിട്ടുണ്ട്. സോണിക്കാണെങ്കിൽ നന്നായിട്ട് വേദനിക്കുന്നതാണ് കാണിടുന്നത്. ഈ കുറച്ച് പതിയേട് എന്ന് പറയുന്നതെങ്കിലും എവിടെ കേൾക്കാൻ, സ്വന്തം ജീവൻ പോലെ നോക്കാണ്ട് ഇങ്ങനെ സോണിക്കിന് വേണ്ടിയിട്ട് അവന്റെ ജീവൻ പണയം വെച്ചതിനാണ് ഇമാതിരി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പറയുന്നുണ്ട്. രക്ഷപ്പെടുന്നുള്ള തോന്നലാണോ, നീ എന്താ വലിയ ആളാണെന്നാണോ വിചാരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഒരു വിശ്വാസമാണെന്ന് നോർത്ത്. അതെ ഇങ്ങനെ അടി കൊണ്ടാല് ഇപ്പൊ അങ്ങ് രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞ് സോണിക്ക് സംസാരിക്കുന്ന സമയത്ത് നീ എന്നെ വിട്ടിട്ട് പോവില്ല, നീ എന്നെ കൂട്ടാൻ വരുന്നുള്ള വിശ്വാസമായിരുന്നു അത് തന്നെ നോർത്ത്. ആ പിന്നെ കണ്ടാലും മതി എന്ന് പറഞ്ഞ സോണിക്ക് അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇനിയാണേലും നീ എന്നെ അങ്ങനെ വിട്ടിട്ട് പോകത്തൊന്നുമില്ലല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ നീ ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിക്ക് നോർത്ത് പറയുന്ന സമയത്ത് എനിക്കൊന്നും നേരെ ഇല്ലെന്നും പറഞ്ഞ് സോണിക്ക് തമാശയായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജെഫ് പല്ലേച്ചോണ്ടിരിക്കാണ്. അപ്പോഴാണ് ആരോ ഡോറെ നോക്ക് ചെയ്യുന്നത്. പോയി നോക്കുമ്പോ അത് ആലൻ ചിരിച്ചോണ്ടിരിക്കുന്നു. ആൾക്കും ചിരി വരുന്നുണ്ട്. പക്ഷെ എന്തിനാന്തോ പെട്ടെന്ന് ആ ചിരിയൊക്കെ മാറ്റിയിട്ട് എന്താ ഇങ്ങോട്ടേക്കാ വന്നീന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഫുഡൊക്കെ എടുത്ത് കാണിച്ച് ഇത് തരാനായിട്ടാണെന്ന് അലൻ താങ്ക്സ് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഇങ്ങനെ മേടിച്ചിട്ട് വരണ്ടാന്നൊക്കെ നമ്മുടെ ചെക്കനും പറയുന്നുണ്ട്. എന്നിട്ട് അലൻ അങ്ങോട്ട് പോയിക്കാണ് ഞാൻ അകത്ത് കയറട്ടേന്ന്. ശരിയെന്ന് പറഞ്ഞ അകത്ത് കയറ്റുന്നുണ്ട്. അലനാണേല് വാതിലിന്റെ അവിടെ തന്നെ നിൽക്കുവാണ്. അകത്ത് കയറട്ടേന്ന് ചോദിച്ച് കയറിയ ആളെ ഇനിയിപ്പോ ഇവിടെ ഇരിക്കാൻ പറയണോന്ന് ജെഫ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ഫുഡ് തരാൻ വേണ്ടി മാത്രമായിട്ട് വരത്തില്ലല്ലോ, എന്തിട്ട് ഗ്യാരേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജെഫ് ചോദിക്കുന്നുണ്ട്. ഗ്യാരേജിൽ ഒരുപാട് കാര്യം നടന്നു, പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിനെ കുറിച്ച് വറീഡ് ആയതുകൊണ്ടാണെന്ന് അലൻ. ഇനി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോകരുത്, പ്രത്യേകിച്ച് ടോണിന്റെ അടുത്തേക്കൊക്കെ ഒറ്റയ്ക്ക് പോവല് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഇനി പോകുമ്പോ ആരെങ്കിലും കൂട്ടിയിട്ട് വേണം, നിന്നെ സഹായിക്കാൻ എല്ലാരും തയ്യാറാണ്, പ്രത്യേകിച്ച് ഞാനെന്ന് അലൻ എടുത്ത് പറയുന്നുണ്ട്. ആള് ജെഫിന്റെ അടുത്തുള്ള ഇഷ്ടം പറയാതെ പറയുന്നുണ്ട്. ജെഫിന് മനസ്സിലായാ നല്ലത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് അയച്ച കാര്യവും പറയുന്നുണ്ട്. ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ ശരിക്കും നോക്കിയില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവിടെ പോയപ്പം കെന്റെ ഇങ്ങനെ ഫോൺ എടുത്തു വെച്ചു എന്ന് പറയുന്ന സമയത്ത് അപ്പൊ നീ അതില് ഒരു മെസ്സേജ് പോലും നോക്കിയില്ലേ, തീരെ നോക്കിയിട്ടില്ലേ എന്ന് അലൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അതിലെന്തോ ഒരു കാര്യം ഉണ്ടല്ലോ, അതിന് മാത്രം എന്തോ മെസ്സേജ് ചെയ്യുന്നെന്ന് ചോദിച്ച് ജെഫ് അലന്റെ ഫോൺ എടുത്തത് നോക്കാൻ വരുന്ന സമയത്ത് അലൻ അത് മേടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പയ്യന്മാരാണെങ്കിലോ ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു സംതിങ് ഫീൽ ആയതുകൊണ്ട് തന്നെ ജെഫ് മാറിയിരിപ്പുണ്ട്. അങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടോന്ന് അലൻ ചോദിക്കുന്നുണ്ട്. ഒന്നില്ലെന്ന് ജെഫ് പറയുമ്പം എന്നാ ശരിയെന്ന് പറഞ്ഞ് പോവാൻ വേണ്ടിയിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും പമ്മി അവിടെ നിന്നിട്ട് അലന്റെ ഫോൺ എടുത്ത് ജെഫിന് കൊടുക്കാണ്. അപ്പൊ നിങ്ങൾ എന്താക്കുന്നത് ജെഫ് ചോദിക്കുമ്പം ഞാൻ എന്തായാലും ഒരു പുതിയ ഫോണ് മേടിക്കാൻ നിൽക്കുവാണ്, ഇതൊരു വെൽഫെയർ ആയിട്ട് എടുത്താൽ മതിന്ന് അലൻ. ശരിയെന്നും പറഞ്ഞ് ജെഫ് അത് മേടിച്ചു വെക്കുന്നുണ്ട്. അലനാണേല് പോണം വേണ്ട എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ജെഫ് പറയുന്നുണ്ട് അവന് ഇന്റേൺഷിപ്പിന് നന്നായിട്ട് തന്നെ പേ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളപ്പം ഇനി മുതല് അലന്റെ ചെക്കനെന്ന് ഞാൻ എന്നെ തന്നെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അലന്റെ ചെക്കനോ? അത് പിന്നെ ഞാനിപ്പോ പോവാണെന്ന് പറഞ്ഞ് അലൻ അവിടെ പോകുന്നുണ്ട്. ആള് ലേശം ഷൈ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ജെഫ് ആണെങ്കിൽ ഒരുമാതിരി ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു ടോണിലാണ് സംസാരിച്ചത്. അങ്ങനെ അലൻ പോയി കഴിഞ്ഞ് ജെഫിനൊരു വിഷൻ വരികയാണ്. ബേബ് കെന്റെന്റോട് അടി ഉണ്ടാക്കുന്നതും ആരോ അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നതും പിന്നെ മറ്റേ ആ പിള്ളേരെയൊക്കെയാണ് കാണുന്നത്. ഇങ്ങനൊരു ഫ്യൂച്ചറെ കണ്ടതുകൊണ്ട് തന്നെ ചാർലിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ടോണിനെ ചാർലി കിഡ്നാപ്പ് ചെയ്യുന്നതായിട്ടും ബാക്കി എല്ലാവരും മരിക്കുന്നതായിട്ടും കണ്ടു എന്നൊക്കെ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്. എന്തൊക്കെ കാണിച്ചാലും നമുക്ക് ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ജെഫ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഈ സമയത്ത് ചാർലി ആണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഓരോരോ മാർഗേ ഉള്ളൂ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയുവാണ്.
ബേബിന്റെ ലൈഫിന് വേണ്ടിയിട്ട് നീ നിന്റെ ലൈഫ് കളയാൻ പോവാണോ, അത് വർത്താണോ എന്ന് ജെഫ് ചോദിക്കുന്നുണ്ട്. അഫ്കോഴ്സ് ബേബിന് വേണ്ടിയിട്ട് താൻ എന്തും ചെയ്യും എന്നാണ് ചാർലി പറയുന്നത്. ബേബിന് വേണ്ടി മാത്രമല്ല, ചാർലി അച്ഛൻ്റെ അടുത്ത് പോവാണെങ്കിൽ കിമ്മിനെ അടക്കം എല്ലാരെയും അച്ഛൻ വെറുതെ വിടും എന്നാണ് ചാർലി പറയുന്നത്. തന്റെ പ്ലാന്റെ കൂടെ നിൽക്കാനാണ് ചാർലി ജെഫിന്റെ അടുത്ത് പറയുന്നത്. ജെഫിന് താല്പര്യമില്ലെങ്കിലും പിന്നെ ചാർലി കുറെ പറയുമ്പം സമ്മതിക്കുന്നുണ്ട്. ജെഫ് ടോണിനെ പോയിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും വന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നല്ലോ എന്ന് ടോണി. എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്നൊക്കെ നമ്മുടെ ചെക്കൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആരെയും ഹേർട്ട് ചെയ്യുന്നൊന്നുമില്ല, നീ കണ്ടിട്ടില്ലേ, ഞാനൊരു അച്ഛനാണ്. നിങ്ങളൊക്കെ വലുതായ സമയത്ത് ഈ അച്ഛനെ നോക്കുന്നില്ലല്ലോ, നമ്മളൊരു ഫാമിലി അല്ലേ, അപ്പൊ വീട്ടിലേക്ക് മക്കളെ കൂട്ടിയിട്ട് വരാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നൈസായിട്ട് വരാത്തോണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ടോണി പറയുന്നത്. ജെഫാണെങ്കിൽ ചാർലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യാന്ന് പറയാണ്. ഇവിടെ നമ്മുടെ എക്സന്റെ ടീമില് അലനും സോണിക്കും നോർത്തും ബേബും ചാർലിയൊക്കെ കൂടെ ഒരു മീറ്റിംഗ് നടത്തുവാണ്. ഇപ്പൊ വേയും കൂടെ ഇവരുടെ ടീമിലില്ലല്ലോ, അപ്പൊ നമ്മുടെ ടീം വീക്കായി എന്നുള്ള ഒരു രീതിക്കുള്ള സംസാരമാണ് അവിടെ നടക്കുന്നത്. തൽക്കാലം ഇപ്പം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ ബേബി പറയുന്നു ഞാൻ റേസ് ചെയ്യാന്ന്. പക്ഷെ ബേബി ഇതുവരേക്കും റെഡി ആയിട്ടില്ല, അവന്റെ ബോഡി ഇതുവരേക്കും ശരിയായിട്ടില്ല എന്ന് മാത്രമല്ല ഈ അടുത്തായിട്ട് പിന്നെയും ഒരു അടിയുടിയെല്ലാം കൊണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ വേണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. വിന്നറിനെ എങ്ങനെയെങ്കിലും തടഞ്ഞു വെച്ചോണ്ട് ബേബിന്റെ റെക്കോർഡ് തകർക്കാതിരിക്കാൻ ശ്രമിക്കാന്നുള്ള രീതിക്ക് നമ്മുടെ ചാർലി ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാരണം വിന്നർ മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് കാറുകൾ ഉണ്ടല്ലോ. അങ്ങനെ ഇവരെ ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അങ്ങോട്ടേക്ക് ഡീൻ വരുന്നത്. അന്ന് വഴക്കുണ്ടാക്കി പോയ ആ ഒരു പയ്യൻ ചാർലിന്റെ കൂടെ അവൻ റേസ് ചെയ്യാന്നാണ് പറയുന്നത്. ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ഡിഫെൻഡ് ചെയ്യാനെങ്കിലും പറ്റുമല്ലോ എന്ന്. അവൻ തിരിച്ചു വന്നതില് ബാക്കിയുള്ളവരും ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഡീനെ തന്നെ വേയ്ക്ക് പകരം മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഡീനാണെങ്കിൽ ഭയങ്കര പശ്ചാത്താപത്തില് ഭയങ്കര തിരുത്തി കണക്കൊക്കെ സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സീരീസിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നതാണ് സത്യം. ഇനിയിപ്പോ എന്തായാലും വേയ്ക്കും ബേബിനും പകരം ചാർലിയും ഡീനാണ് ഇപ്രാവശ്യത്തെ മത്സരത്തില് പങ്കെടുക്കുന്നത്. ഇവരൊരു ഫാമിലി കണക്കാണല്ലോ, അതുകൊണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് റേസിംഗ് ഡേ ആണ്. നമ്മുടെ നോർത്തും സോണിക്കാണെങ്കിൽ യൂട്യൂബില് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പുറത്തെ കാറിനോട് പോയിട്ട് ഇനി നമ്മുടെ പുതിയ റേസർ ചാർലിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് നോക്കുമ്പം അവിടെ ചാർലി ഇല്ല. ഇവിടെ ചാർലി ആണെങ്കിൽ ബാത്റൂമിൽ ആകെപ്പാടെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അവന് ഈ കാണുന്നതിന്റെ ആണെങ്കിലും കേൾക്കുന്നതിന്റെ ആണെങ്കിലും ആ ഒരു സെൻസസ് കൺട്രോൾ ചെയ്യാൻ മര്യാദയ്ക്ക് അറിയത്തില്ലല്ലോ, അതിനെ ഉപയോഗിക്കാൻ മര്യാദയ്ക്ക് അറിയത്തില്ല. ഭയങ്കരമായിട്ട് പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് ബേബി വന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ബേബിനും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മേ ബി ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കണം അവൻ റേസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് സക്സ് ചെയ്യുന്നതും. ബേബി ചാർലിന്റെ സ്പെക്സ് എടുത്ത് മാറ്റുന്നുണ്ട്. നിനക്ക് ഈ ഒരു സ്പെഷ്യൽ സെൻസസ് കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു സ്പെക്സിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞു. സാധാരണയായിട്ട് റേസിന് മുന്നേ ബേബി ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചാർലി വന്നിട്ട് കാമാക്കുമായിരുന്നല്ലോ, അതേ കണക്കിപ്പം ബേബും ചെയ്യുന്നുണ്ട്, കിസ് ചെയ്തോണ്ടിരിക്കാണ്. അങ്ങനെ റൊമാൻസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചാർലി പറയുന്നുണ്ട് ഞാനിവിടെ വരാനുള്ള ഒരു കാരണം നിങ്ങളാണെന്ന്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ആവുന്നു. വിന്നറാണ് മുന്നിൽ പോകുന്നത്. ചാർലി തൊട്ട് പുറകെ തന്നെയുണ്ട്. ഡീനാണെങ്കിലും അത്യാവശ്യം മുന്നിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ അവസാനം വരെയും ചാർലിക്ക് വിന്നറിനെ ഓവർടേക്ക് ചെയ്ത് ഫസ്റ്റിലെത്താൻ പറ്റുന്നില്ല. അവൻ സെക്കൻഡിൽ തന്നെയാണ് എത്തുന്നത്. വിന്നറിനാണെങ്കിൽ ആദ്യമായിട്ട് ജയിച്ചതിന്റെ അഹങ്കാരം, അവൻ ആ ഒരു അഹങ്കാരത്തിൽ ഇവരെയൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ചാർലി ആണെങ്കിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ട് നിൽക്കുമ്പം അതൊന്നും സാരില്ല എന്നുള്ള രീതിക്ക് അലനും നിൽക്കുന്നുണ്ട്. ബേബാണെങ്കിലും തലയിൽ തലോടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ 9ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്.